ഈ മോർണിംഗ് ഷോയുടെ ഭാഗമായിട്ട് നമ്മൾ വൈക്കം കായലിലൂടെ ഒന്ന് അല്ലേ വേമ്പനാട്ട് കായലായത് വൈക്കം കായലിൽ ഓളം തള്ളുമ്പോൾ ഓർക്കും ഞാൻ എന്റെ മാരനെ. അതെ, പാട്ടില്ലേ? വൈക്കത്തെ കുറിച്ച് കുറെ പാട്ടുണ്ട്. ശിവഭാരതം തമ്പി എഴുതി വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരി കണ്ടു. അങ്ങൊരു കൃഷിക്കാരനാണെന്ന് ഞാൻ അറിയുന്നു. കൃഷിക്കാരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഇവിടെ? ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാൻ വിളവെടുപ്പ് കാലത്ത് യന്ത്രത്തിന്റെ ക്ഷാമം ഏറ്റവും വലിയൊരു വിഷയമാണ്. അത് കഴിഞ്ഞാൽ ഏതെങ്കിലും മാർഗത്തിൽ ഇത് കൊയ്ത് കരക്കിട്ട് കഴിഞ്ഞാൽ പഴയതുപോലെയുള്ള കളങ്ങളോ സൂക്ഷിക്കാനുള്ള സംവിധാനമോ കൃഷിക്കാരില്ല. ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ മില്ലുകാരനെ പാടി ഓഫീസറെ സമ്മർദ്ദം ചെലുത്തി, രാഷ്ട്രീയമായിട്ടുമൊക്കെ സമ്മർദ്ദം ചെലുത്തി മില്ലുകാരൻ ഇവിടെ വന്ന് നോക്കിയിട്ട് ഒരു 100 കിലോ നെല്ലെടുക്കുമ്പോൾ അതിൽ 10 കിലോ കിഴിവ് ആണ് ഞങ്ങളുടെ പാടത്ത് ആവശ്യപ്പെട്ടത്. ഇപ്പം നെല്ല് കയറിക്കൊണ്ടിരിക്കുകയാണ്. 7 കിലോ കിഴിവിനാണ്. ഒരു ഏക്കറിൽ ഏതാണ്ട് 21-22 കിൻഡൽ നെല്ല് വിളഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കിൻഡൽ എടുക്കുമ്പോൾ 7 കിലോ കിഴിവ് കൊടുത്താണ് ഇപ്പോൾ കൃഷിക്കാരൻ ഗതികെട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥിതിക്കൊരു മാറ്റം വരണം. സർക്കാർ സംവിധാനത്തിലേക്ക് നെല്ല് സംഭരണം ഏറ്റെടുത്ത കാലം മുതൽ കൃഷിക്കാരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നെല്ല് കൊടുത്താൽ 3 മാസമായാലും പണം കിട്ടുന്നില്ല. അത് ഏറ്റവും വലിയ വിഷയം. കഴിഞ്ഞ ഈ രണ്ടാം കൃഷിയുടെ വിരിപ്പ് കൃഷിയുടെ നെല്ല് കൊടുത്തിട്ട് ഇപ്പോഴും പണം കിട്ടാത്ത ആളുകൾ കൃഷിക്കാർക്ക് കണ്ണീർ കാലമാണല്ലേ? കൃഷിക്കാർക്ക് വിതയ്ക്കുമ്പോൾ മുതൽ കണ്ണീർ കാലമാണ്. ഈ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഈ കാര്യത്തിൽ ഇടപെടുന്നു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ പൈസ കിട്ടുന്നില്ല. ധനകാര്യ അപ്പൊ നമ്മൾ ഇനിയിപ്പോ അടുത്ത കൃഷി എങ്ങനെയാ? അടുത്ത കൃഷി ഇനിയിപ്പോ ഞങ്ങള് ഒരു 2 വർഷം തരിശ് ഇട്ട് പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുക. വലിയ നഷ്ടമല്ലേ? നഷ്ടമാണ്.